ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ചില്ലി റെഡിനെ കുറിച്ചിട്ടാണ്. ചില്ലി വെറൈറ്റീസിൽ നമ്മുടെ ചില്ലി റെഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ചില്ലി റെഡിൽ നമുക്ക് പൂവുണ്ടാകുമ്പോൾ തന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡാട്ടോ വരിക. ഈ ഓറഞ്ച് ഷെയ്ഡ് നമ്മൾ പിന്നീട് അത് വെയിലത്തിരുന്ന് നല്ലപോലെ അതിന് കളറ് കയറി വരും. തുടക്കം നമുക്കതൊരു ഓറഞ്ച് ഷെയ്ഡൊക്കെ ആയിട്ട് വരാം, പിന്നെ പിങ്ക് ഷെയ്ഡിലേക്ക് മാറും, പിന്നെ അത് ശരിക്കും ഒരു നല്ല റെഡ് കളർ അതാണ് കിട്ടുക. ഈ ചില്ലി റെഡ് എന്ന് പറയുന്നത് നന്നായിട്ട് പൂക്കൾ നന്നായിട്ടുണ്ടാവും കേട്ടോ. നല്ല പോലെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ചില്ലി റെഡ്. ചില്ലി റെഡ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ഇടാനായിട്ടൊക്കെ പറ്റും, ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ചില്ലി വെറൈറ്റീസിൽ തന്നെ നമുക്ക് ചില്ലി യെല്ലോ പരിചയപ്പെടാം. ചില്ലി യെല്ലോ എന്ന് പറയുന്നത് നല്ല യെല്ലോ ഷെയ്ഡാട്ടോ, യെല്ലോ കളറാണ് ഇതിന്. ഇതൊക്കെ നമുക്ക് ഈ നല്ല സൂര്യപ്രകാശം കിട്ടുകയാണെങ്കിൽ നന്നായി പൂക്കളുണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലവറിൻ്റെ കളറും നല്ല രസമായിട്ട് നമുക്ക് കാണാൻ കഴിയും. നല്ല യെല്ലോ ഷെയ്ഡാണ് ഇതിന് കയറി വരിക. നന്നായി പൂക്കുന്ന വെറൈറ്റിയാണ് ഈ ചില്ലി വെറൈറ്റീസ് എല്ലാം. ഇതിന് തണ്ടുകളൊക്കെ നല്ല കനക്കുറവൊക്കെ ആയിരിക്കും, അതുകൊണ്ട് ഹാങ്ങിങ്ങിലിടാനും പറ്റും. ഇനി ചില്ലി വെറൈറ്റീസിലെ വേറൊരു വെറൈറ്റിയാണ് ചില്ലി ഓറഞ്ച്. ചില്ലി ഓറഞ്ച് എന്ന് പറയുന്നത് നല്ല ഓറഞ്ച് ഷെയ്ഡായിരിക്കും, നന്നായിട്ട് പൂക്കളുണ്ടാവും. ഈ ഓറഞ്ച്, യെല്ലോ, റെഡ്, അതുപോലെ തന്നെ ചില്ലി വെറൈറ്റീസ് എല്ലാം നന്നായി ഫ്ലവർ ചെയ്യുന്നതാണ്. ഈ ചില്ലി വെറൈറ്റീസ് നമ്മൾ മഴയത്തൊന്നും വെക്കാൻ പാടില്ല. മഴ കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ കയറി അത് വേഗം നശിച്ചു പോകും. ഇത് നമ്മുടെ ചില്ലി വെറൈറ്റീസിൽ തന്നെ ചില്ലി ഐസ്ക്രീമാണ്. ചില്ലി ഐസ്ക്രീം ഇപ്പോൾ പൂവുണ്ടായി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിൽ നമുക്കൊരു പിങ്ക് ഷെയ്ഡ് കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പൂവായി വരുന്നേ ഉള്ളൂ, നന്നായി പൂക്കും ഇത്. പിന്നെ ഇത് വെട്ടി നിർത്തി കഴിഞ്ഞാൽ നമുക്കത് ബുഷിയായിട്ട് ഈ ചില്ലി വെറൈറ്റീസിനെ നിർത്താൻ പറ്റും. അത് ഏതൊരു കടലാസ് പൂവും നമുക്കിങ്ങനെ വെട്ടി നിർത്തി കഴിഞ്ഞാൽ, പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് ബുഷിയായിട്ട് അത് പൂക്കളുണ്ടാവുകയും ചെയ്യും, നല്ല ഭംഗിയായിട്ട് കിട്ടുകയും ചെയ്യും. ഇത് നമ്മുടെ അടുത്ത വെറൈറ്റി ചില്ലി പിങ്ക് എന്ന് പറയുന്നത്. ഇതൊക്കെ പൂവുണ്ടായി വരുന്നേ ഉള്ളൂ. പൂവുണ്ടായതായിരുന്നു, അതൊക്കെ കൊഴിഞ്ഞിപ്പോൾ ആദ്യ പൂവായിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. ചില്ലി പിങ്ക് അതിപ്പോൾ ഇങ്ങനെ തൂങ്ങിക്കെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഹാങ്ങിങ്ങിലിടാം, കുഴപ്പമില്ല, നല്ല വെറൈറ്റി കൂടിയാണ്. അപ്പോൾ ചില്ലി വെറൈറ്റീസ് എല്ലാം നമുക്കിങ്ങനെ പൂന്തോട്ടങ്ങളിൽ സെറ്റ് ചെയ്യാനായിട്ട് നല്ല ഒരു വെറൈറ്റി കൂടിയാട്ടോ, നന്നായി പൂക്കുന്ന വെറൈറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ ഹാങ്ങിങ്ങിലിടാം. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് കൂടിയാണ് ഈ കടലാസ് പൂക്കൾ. കടുത്ത വേനലായാലും നന്നായി പുഞ്ചിരിച്ച് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ കടലാസ് പൂക്കൾ. ഇവയുടെ പൂക്കൾ ഇങ്ങനെ പൂത്ത് നിൽക്കണ കാണാൻ നല്ല ഭംഗിയാണ്. എത്ര ടെൻഷനുള്ള സമയത്തായാലും നമ്മൾ ഈ പൂക്കളുടെ അടുത്ത് വന്നിരുന്നാണ്ടല്ലോ, അപ്പോൾ കിട്ടുന്ന സന്തോഷം അത് വേറെ ഒന്ന് തന്നെയാണ്. കടലാസ് പൂക്കൾക്ക് അധികം വെള്ളം നനയും വേണ്ട, അത്യാവശ്യത്തിന് മാത്രം വെള്ളം നനച്ചാൽ മതി. എന്നാൽ സൂര്യപ്രകാശമാണ് ഇവയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇപ്പം നമ്മുടെ പതിവ് തെറ്റി വരുന്ന മഴ അത് ഈ കടലാസ് പൂക്കളെ ബാധിക്കുന്നുണ്ടാവും. ഇത് കണ്ടോ, ഇന്നലത്തെ മഴയിൽ ഒരുപാട് വെള്ളം കുടിച്ചിട്ടുണ്ട്, തളർന്ന് ആകെ ഇങ്ങനെ കുഴഞ്ഞോണൊക്കെ എടുക്കുക പൂക്കൾ. ഇത് നമ്മുടെ കടലാസ് പൂക്കൾക്ക് ഇൻഫെക്ഷനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ചെടിയുടെ വേര് ഭാഗത്ത് കുറച്ച് സാഫ് കലക്കിയിട്ട്, സാഫ് എന്ന് പറയുന്നത് ഒരു ഫംഗിസൈഡാണ്, അത് കലക്കി ചെടിയുടെ വേര് ഭാഗത്ത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ സാഫ് സ്പ്രേ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ രക്ഷപ്പെടും. ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ചെയ്താൽ മതി. പിന്നെ വളപ്രയോഗം അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതുക. നമ്മളിത് തുടക്കമാണ്, നമ്മൾ വീഡിയോ തുടങ്ങിയിട്ടിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ഇനിയും മെച്ചപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.